ഹുസൈൻ സലഫി അദ്ദേഹം അടുത്ത കാലത്ത് നടത്തിയൊരു പ്രസംഗം, ആ പ്രസംഗം കേട്ട് നമ്മൾ പോലും അന്തം വിട്ടുപോയി. ഒരു സുന്നി പോലും അങ്ങനെ പറയില്ല, അജാതി പ്രസംഗം. എന്താ പ്രസംഗം? നമ്മൾ മരിച്ചുപോയാൽ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടും. അതുകൊണ്ട് നബി തങ്ങളെ ശഫാഅത്ത് കിട്ടാൻ ബാങ്കിന്റെ ശേഷമുള്ള ദുആ പതിവാക്കണം. ആ ശഫാഅത്ത് കൊണ്ടാണ് നമ്മൾ നാളെ രക്ഷപ്പെടുക. അല്ല, അന്ന് ഓതിയ കിതാബന്നല്ല ഇന്നുള്ളത്. പക്ഷെ എന്തേ മാറ്റി പറയേണ്ടി വരുന്നത്? ഇതുവരെ ഞങ്ങൾ പഠിച്ചതും പഠിപ്പിച്ചതിലും അപാകതയുണ്ടെന്നവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. പറയട്ടെ അദ്ദേഹം. അള്ളാന്റെ റസൂല് നാളെ പരലോകത്ത് റെക്കമെൻഡ് ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. ആർക്കേ സംശയം ഉണ്ടേനി? നിങ്ങൾക്ക് തന്നെയല്ലേ സംശയം ഉണ്ടേനി? ഞങ്ങൾക്കതിലൊരു സംശയമില്ലേനി. ഇപ്പൊ ഓലും പറയാണ് ഓൽക്കും അതിൽ സംശയമില്ല. ഹബീബായ നബി തങ്ങൾ നാളെ നമ്മളെ റെക്കമെൻഡ് ചെയ്യും. പക്ഷേ അതിനുവേണ്ടി അള്ളാനോടാണ് നമ്മൾ തേടേണ്ടത്. അങ്ങനെ തന്നെയാണ് നമ്മൾ തേടല്. അങ്ങനെ തന്നെയല്ലേ ബാങ്കിന് ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ, അങ്ങനെയാണ് തേടല്. അള്ളാനെ വിളിച്ചിട്ട് തന്നെ തേടണത്. ഇവർക്ക് അങ്ങനെ ഒരു ദുരാരോപണം ഉണ്ട്, അള്ളാനെ വിളിച്ച് തേടാ. നമ്മൾ പിന്നെ ഭദ്രകാളിനെ വിളിച്ചാൽ തേടല്. നമ്മൾ ദ്വാരക്കുമ്പോഴൊക്കെ അല്ലാഹുമ്മ അല്ലാഹുമ്മ റബ്ബന റബ്ബന തന്നെയാണ്. അതിന് ഒരു വട്ടെങ്കിലും ഞങ്ങളെ ദ്വാര ദാസിലൊന്ന് വന്നു തിരിക്കണ്ടേ? അപ്പോഴേ ഇതൊക്കെ എങ്ങനെയത് തിരിയുള്ളൂ. അല്ലാഹുവേ, നിന്റെ റസൂലിന്റെ ശഫാഅത്ത് നീ ഞങ്ങൾക്ക് തരണം. അത് കിട്ടാനുള്ള വഴിയും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാ വഴിയും കൂടി പറഞ്ഞാളെ, അപ്പൊ നമുക്ക് എളുപ്പമാവും. അപ്പൊ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് നമുക്ക് കിട്ടണം. ആ ശഫാഅത്ത് നമുക്ക് ചോദിക്കും ചെയ്യാം. ആ ശഫാഅത്ത് എങ്ങനെ കിട്ടുകയെന്ന് നബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബാങ്ക് വിളി കേൾക്കുമ്പോ നമ്മളൊക്കെ ബാങ്ക് വിളിക്കുന്നത് പോലെ വാചകങ്ങൾ ഏറ്റു പറയണം. അതുപോലെ തന്നെ ലാ ഹൗലയിൽ വ്യത്യാസപ്പെടുത്തി പറയുന്നു. ശേഷം നമ്മൾ മുത്ത മുസ്തഫയുടെ പേരിൽ സമ്പൂർണമായ ഒരു സ്വലാത്ത് ചൊല്ലുന്നു. പിന്നീട് നമ്മൾ പറയേണ്ടത് എന്താണ്? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ എന്ന് തുടങ്ങുന്ന ദുആ ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ വിശദീകരിക്കണ്ട, ഞാൻ വിശദീകരിച്ചോളാം. റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫീഅ വബ്അസുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത വർസുഖ്നാ ശഫാഅതുഹു. അത് വായിക്കേണ്ടി വരുന്നു കരുതിയിട്ടാ ഞാൻ വിശദീകരിക്കണില്ല എന്ന് പറഞ്ഞേ. വർസുഖ്നാ ശഫാഅതുഹു. ഈ കാലം വരെ നമ്മൾ പറഞ്ഞു, അന്ന് നമ്മൾ ഇങ്ങോട്ട് മുശ്രിക്കാക്കി. ഇപ്പോൾ പറയാണ് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് റെക്കമെൻഡ് കിട്ടും, ശഫാഅത്ത് ചോദിക്കണം. അത് ബാങ്കിന്റെ ശേഷമുള്ള ദുആന്റെ കഴിഞ്ഞാൽ എന്റെ റെക്കമെൻഡ് അവന് കരസ്ഥമാകുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, പ്രിയപ്പെട്ട മൂജാരല്ല കേട്ടോ, ഹുസൈൻ സലഫിയാണ്. ബാക്കി വരെ ബാങ്ക് കേൾക്കുമ്പോൾ അനിവാര്യ ഘട്ടത്തിലല്ലെങ്കിൽ നമ്മൾ ആ ബാങ്കിനെ അവഗണിച്ചുകൊണ്ട് സംസാരത്തിൽ ഏർപ്പെടരുത്. ആ ബാങ്കിന് നമ്മൾ ഇജാബത്ത് പറയണം, ശേഷം സ്വലാത്ത് ചൊല്ലണം, ശേഷം ഈ ദുആഇനെ ചോദിക്കണേ. മുത്ത മുസ്തഫാക്ക് വസീലത്തെന്ന പദവി കൊടുക്കണേ. അല്ലാഹ് കൂടി ഉണ്ടെങ്കിൽ കബീർ വാക്കിയൊക്കെ വേറെ പണിക്കൊണ്ടി വരും. നിങ്ങൾ നോക്കിയാണ് നിങ്ങള്. ഈ കാലം വരെ നമ്മൾ തന്നെയാണ് പറഞ്ഞത്. അന്ന് നമ്മളെ കുതിരാക്കി. അതാണ് നമ്മൾ പറഞ്ഞത് നബി തങ്ങളെ ശഫാഅത്ത് കിട്ടും. എന്തേ നമുക്ക് മാറ്റി പറയാണ്ടാത്തത്? യഥാർത്ഥമായ പരിശുദ്ധമായ ദീന് മുൻഗാമികൾ വ്യാഖ്യാനിച്ചതുപോലെ പഠിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ പഠിച്ചു. പക്ഷെ ഇവരെന്ത് ചെയ്തു? ഒരാൾക്ക് തോന്നിയത് അയാൾ പറയും, മറ്റേയാൾക്ക് തോന്നിയത് മറ്റേയാൾ പറയും. അങ്ങനെ ഓരോരുത്തർക്ക് തോന്നിയത് പറഞ്ഞ് തിരുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെന്താ നിങ്ങള്? ഗൾഫ് സലഫികളും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനവും എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിലെ വലിയൊരു ആശയം അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഇത് തിരുത്തിയിട്ടില്ല. എന്താണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്? സക്കരിയ സ്വലാഹിയാണ് ഈ പുസ്തകം എഴുതിയത്. അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതകാലത്തോ മരണത്തിന്റെ ശേഷമോ ഇന്നുവരെ ബന്ധപ്പെട്ട ആരും അത് തിരുത്തിയിട്ടില്ല. എന്താണ് ഇതിൽ എഴുതിയത്? ഇതിന്റെ 64-ാമത്തെ പേജിൽ കാണാം. ഗൾഫ് സലഫികളും കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ചുരുക്കത്തിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിൽ എഴുതാൻ. ചുരുക്കത്തിൽ അപ്പോൾ ലഭ്യമായ തെളിവുകളുടെ വെളിച്ചത്തിൽ നമ്മുടെ തെറ്റായ ധാരണകളെ നാം യഥാസമയം തിരുത്തിയിട്ടുണ്ട്. പിന്നീട് കൂടുതൽ പ്രബലമായ തെളിവുകൾ ലഭിച്ചപ്പോൾ നമ്മുടെ ധാരണകളെ വീണ്ടും തിരുത്തേണ്ടി വന്നു. ഇത് ബാലരമേലെ കഥ തിരുത്തിയ കഥയല്ല പറയണത്, അള്ളാന്റെ പരിശുദ്ധമായ ദീന് തിരുത്തിയ കഥയാണ് പറയണത്. പ്രബലമായ തെളിവ് ഇങ്ങനെ കിട്ടുമ്പം ഞങ്ങളത് വീണ്ടും വീണ്ടും തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നോക്കി നിങ്ങൾ, ഇങ്ങനെ ഇടക്കാലത്ത് നാം സ്വീകരിച്ചതും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പിന്നീട് നാം തിരുത്തിയതുമായ ചില കാര്യങ്ങളെ ഇന്നത്തെ ആദർശ വ്യതിയാനത്തിന് ന്യായീകരണമായി കണ്ടുകൂടാ. കാരണം അന്ന് നമുക്ക് തെളിവ് കിട്ടാത്തത് കൊണ്ട് സംഭവിച്ച അബദ്ധമായിരുന്നു.
അന്ന് തെളിവുകൾ കിട്ടാത്തത് കൊണ്ട് സംഭവിച്ച അബദ്ധമായിരുന്നു. ഇന്നാകട്ടെ പ്രാമാണികമായി അതെല്ലാം തെറ്റാണെന്ന് നാം സ്ഥിരീകരിച്ചു കഴിഞ്ഞു എന്ന് വളരെ വ്യക്തമായി അവർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എത്ര ഗൗരവമാണിത്! അങ്ങനെ തെറ്റായ വിശ്വാസങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞും പഠിപ്പിച്ചും കൊടുത്ത് ആ വിശ്വാസമനുസരിച്ച് ജീവിച്ച് മരിച്ചുപോയ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? എന്നാൽ അത്ഭുതം അതിലൊന്നുമല്ല. കേരളത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളെയും മുശ്രിക്കാക്കുക, അതോടുകൂടെ ഖാദിയാനികളെ വെള്ളപൂശുക, അത് രണ്ടും വലിയ അബദ്ധമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്ന സുന്നികളെ കാഫിറാക്കുക. അവസാനത്തെ പ്രവാചകൻ നബി തങ്ങളല്ല, ഖതുമുൻ നുബുവത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ കൊണ്ടാണ് അവസാനിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഖാദിയാനികളെ വെള്ളപൂശുകയും ചെയ്യുക. ആര്? നേരത്തെ നമ്മൾ പറഞ്ഞ സാക്ഷാൽ ചുഴലി അബ്ദുള്ള മൗലവി. അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കി. ഖാദിയാനികളെ കാഫിറാക്കിയത് എന്തിനാ? ഈ പറയുന്ന സയൻസ് റസൂലുള്ളാഹിക്കാരും അതേപോലെ തന്നെ സലഫിയത്തിൽ നുഴഞ്ഞുകയറിയ ശിയാക്കളും അതേപോലെ തന്നെ ഇവിടുത്തെ പാരമ്പര്യ ശിയാക്കളും ഈ ഖാദിയാനികളെ മാറ്റി നിർത്തിയത് എന്തടിസ്ഥാനത്തിലാ? അദ്ദേഹത്തിന്റെ ചോദ്യം, ഖാദിയാനികളെ കാഫിറാക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഖാദിയാനികളെ മാറ്റി നിർത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിന് മറുപടി പറയാം. അദ്ദേഹം ബാക്കിയോടും പറയട്ടെ. പള്ളി പരിഷ്കരിക്കോ? നിങ്ങൾ അവരെ കുട്ടികളൊക്കെ യാത്രയിലേക്ക് എടുക്കോ? യാത്ര ചെയ്ത് ഒത്തും പറഞ്ഞല്ലോ, യാത്ര പോകുന്ന സയൻസ് റസൂലുള്ളാഹിക്കാരൻ പറഞ്ഞ യാത്ര ചെയ്തിട്ട് പോകുമ്പോൾ ഒരു പള്ളിയിൽ അല്ലാഹു അക്ബർ കേൾക്കും, നമുക്ക് അറിയിക്കില്ലല്ലോ. ഖാദിയാനികളെ പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ എന്നല്ലേ പറയല്? ഖാദിയാനികളെ പള്ളിയിൽ നിന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്? ഖാദിയാനികളെ പള്ളിയിൽ മുഹമ്മദ് റസൂലുള്ളാഹി പറയല്? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് കാഫിറാക്കി? നിങ്ങൾ എന്തെങ്കിലും ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലാഞ്ചായില്ലേ? കണ്ടങ്ങള് ഖാദിയാനികളെ പള്ളിയിൽ നിന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലേ കേൾക്കുന്നത്? ഖാദിയാനികളെ പള്ളിയിൽ നിന്നും കേൾക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി എന്നല്ലേ? പിന്നെന്തിനാണ് ഖാദിയാനികളെ നിങ്ങൾ കാഫിറാക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ബാക്കിയോടും പറയട്ടെ. എന്ത് അടിസ്ഥാനത്തിലാണ് ഖാദിയാനികളെ കാഫിർ എന്ന് പറഞ്ഞത്? കേരളത്തിൽ ആദ്യമായിട്ട് ഖാദിയാനികൾ കാഫിറാണെന്ന് സമസ്തക്കാരല്ലേ പറഞ്ഞത്? ഞങ്ങൾ തന്നെ പറഞ്ഞത്. അത് ഞങ്ങൾക്കുള്ള ക്രെഡിറ്റ് ആണ്. കേരളത്തിൽ ആദ്യമായി ഖാദിയാനികൾ കാഫിറുകളാണെന്ന് ആദ്യമായി പറഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. എന്താണ് ഖാദിയാനികൾക്കുള്ള തകരാറ്? മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി ഖതുമുൻ നുബുവത്ത് നിഷേധിച്ചു. അവസാനത്തെ പ്രവാചകർ നബി തങ്ങളാണെന്ന് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, ആദ്യം ഞാൻ വലിയാണെന്ന് പറഞ്ഞു, പിന്നെ മുജദ്ദിദാണെന്ന് പറഞ്ഞു, വലിയ വലിയ വാദങ്ങൾ വാദിച്ചു. അവസാനം അദ്ദേഹം പറഞ്ഞു ഞാൻ നബിയാണ് എന്ന് അദ്ദേഹം വാദിച്ചു. ആര്? മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. അദ്ദേഹം ഞാൻ നബിയാണെന്ന് വാദിക്കലോടുകൂടെ അദ്ദേഹത്തിന്റെ വാദം മതിർ കടന്ന് കുഫിരിയത്തിലേക്ക് കടന്നപ്പോൾ മഹാന്മാരായ സമസ്തയുടെ നേതാക്കന്മാർ കൂടി ഈ പറയപ്പെട്ട ഖാദിയാനികൾ കാഫിറുകളാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം, ആ ഫത്വ ലോക ഇസ്ലാമിക സംഘടനയായ റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി അത് അംഗീകരിച്ചു. റാബിത്ത ഇന്നും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഖാദിയാനികൾ കാഫിറാണ് എന്ന വിഷയത്തിൽ അവർക്ക് യാതൊരു തർക്കവുമില്ല. വലാകിർ റസൂലുള്ളാഹി വ ഖാതമൻ നബിയ്യീൻ എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ യഥാർത്ഥമായ വിശ്വാസത്തെ പ്രഖ്യാപനത്തെയാണ് അവർ കാറ്റിൽ പറത്തിയിട്ടുള്ളത്. നബി തങ്ങൾ അവസാനത്തെ പ്രവാചകരായിട്ട് അവർ അംഗീകരിക്കണില്ല. മാത്രമല്ല, ഖാദിയാനികളെ എന്തുകൊണ്ടാണ് നിങ്ങൾ വിമർശിക്കുന്നത്? അവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണില്ലേ എന്ന് പറയുന്ന ചുഴലി അബ്ദുള്ള മൗലവി ഉൾക്കൊള്ളുന്ന ഈ വഹാബി പ്രസ്ഥാനം ഖാദിയാനികളുടെ കഴിഞ്ഞ വർഷത്തെ ഖാദിയാനിയുടെ കോഴിക്കോട് അവരുടെ പള്ളിയിലെ ഇമാമിൻ്റെ ഒരു സംസാരം നിങ്ങളൊന്ന് കേൾക്കണം. കഴിഞ്ഞ വർഷം കോഴിക്കോട് ശോഭയാത്ര നടന്നു. ആ ശോഭയാത്രയ്ക്ക് ഖാദിയാനിയുടെ പള്ളിയുടെ നേതൃത്വത്തിൽ സ്വീകരണം കൊടുത്തു. ആ സ്വീകരണം കഴിഞ്ഞതിന് ശേഷം പത്രക്കാരോട് അദ്ദേഹം നടത്തിയ സംസാരത്തിൽ പറഞ്ഞത് ശ്രീകൃഷ്ണൻ ഞങ്ങളുടെ പ്രവാചകനാണ് എന്നാണ്. സമസ്തയുടെ തീരുമാനം നോക്കി നിങ്ങൾ എത്ര അർത്ഥവത്തുള്ള മുൻകൂട്ടി വരാൻ പോകുന്ന സംഗതി മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനം പറഞ്ഞിട്ടുള്ളത്. ആ പത്രസമ്മേളനം ആ വാർത്ത ഒന്ന് കേൾക്കി നിങ്ങൾ. ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ജന്മാഷ്ടമി ആഘോഷിക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ മറ്റൊരു പ്രവാചകനായി വിശ്വസിക്കുന്ന മുസ്ലിം വിഭാഗമുണ്ട്. അഹമ്മദീയ മുസ്ലിങ്ങൾക്ക് ശ്രീകൃഷ്ണൻ റസൂലാണ്. കണ്ടങ്ങള് വെറുതെ അല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനം പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആലോചിച്ചോ കാണി, സമസ്ത ഒരു ചില്ലറ പ്രസ്ഥാനമാണോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആരൊക്കെ പറ്റി തീരുമാനം എടുത്തിട്ടുണ്ടോ, ആരൊക്കെ പറ്റി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ, അവരുടെയൊക്കെ അവസ്ഥ എങ്ങനെ തന്നെയാണ്. അത് അപ്പം മനസ്സിലായില്ലെങ്കിൽ പിന്നീട് മനസ്സിലാകും. ഈ ഖാദിയാനികളെ സംബന്ധിച്ച് അവർ ഇസ്ലാം എന്ന് പുറത്താണെന്ന് അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞു.
ഇന്നവർ പറയാണ് ശ്രീകൃഷ്ണൻ ഞങ്ങളുടെ റസൂലാണെന്ന് പരസ്യമായിട്ട് അവിടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പരസ്യമായി പറയേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എല്ലാ വിഷയത്തിലുള്ള തീരുമാനം അങ്ങനെ തന്നെ. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത് മഹിതമായ പ്രസ്ഥാനമാണ്, ഔലിയാക്കളാൽ രൂപീകൃതമായ പ്രസ്ഥാനമാണ്, മഹാരഥന്മാരായ സൂഫിയാക്കളാൽ രൂപീകൃതമായ പ്രസ്ഥാനമാണ്. 1926 ഈ മഹിതമായ പ്രസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത് ഒരു സംഘടനക്ക് മറുസംഘടന എന്ന നിലക്കോ പ്രസിഡന്റും സെക്രട്ടറിയുമാകാനുള്ള പൂതി നിർന്തലയിൽ കയറിയപ്പോൾ രൂപീകരിച്ചതോ അല്ല, അള്ളാന്റെ പരിശുദ്ധമായ ദീന് സംരക്ഷിക്കാനാണ്. ഇതിന്റെ ഉദ്ദേശം സുതാര്യമാണ്, ഇതിന്റെ നേതാക്കന്മാർ സുതാര്യരാണ്, ഇതിന്റെ ബൈലോ സുതാര്യമാണ്, ഇതിന്റെ ലക്ഷ്യം സുതാര്യമാണ്, ഇതിന്റെ മാർഗം സുതാര്യമാണ്. അതുകൊണ്ട് തന്നെ സമസ്തയെടുത്തൊരു തീരുമാനം മാറ്റി പറയാനോ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അത് വേണ്ടില്ലായിരുന്നു എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ബാക്കി വിമർശനങ്ങളേറെ നേരിടുമ്പോഴും കോഴിക്കോട്ടെ ജന്മാഷ്ടമി ആഘോഷങ്ങളോട് ഇവർ സഹകരിച്ചു വരുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ക്ഷേത്രങ്ങളിലും ബാലഗോകുലങ്ങളിലും ജന്മാഷ്ടമി ആഘോഷങ്ങൾ തകൃതിയായി നടക്കുകയാണ്. കോഴിക്കോട്ടെ ജന്മാഷ്ടമി ആഘോഷങ്ങളോട് സഹകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന കോഴിക്കോട്ടെ മുസ്ലിങ്ങളിലെ വിഭാഗമാണ് അഹമ്മദിയാർ. ഭഗവാൻ ശ്രീകൃഷ്ണനെ റസൂൽ അഥവാ ദൈവദൂതൻ എന്നാണ് ഇവർ വിശ്വസിച്ചു പോരുന്നത്. ശ്രീകൃഷ്ണനെ ദൈവമായി അംഗീകരിക്കുന്ന ആളുകളുണ്ട്. സഹോദര സമുദായത്തിൽപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഹൈന്ദവർ ശ്രീകൃഷ്ണനെ ദൈവമായി ഭഗവാനായി അവർ അംഗീകരിക്കുന്നു, അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. പക്ഷെ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ശ്രീകൃഷ്ണനെ ഭഗവാനും റസൂലുമായിട്ട് അവർ വിശ്വസിക്കുമ്പം സമസ്ത പണ്ടെടുത്ത തീരുമാനത്തിന്റെ പത്തരമാറ്റി എത്ര ഉണ്ട് നമ്മൾ ആലോചിക്കണം. 19ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ഒരു മതവിഭാഗമാണ് അഹമ്മദിയർ. മിർസ ഗുലാം അഹമ്മദാണ് അഹമ്മദീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. പരമ്പരാഗതമായ ചില ഇസ്ലാമിക വിശ്വാസങ്ങളോട് വിരുദ്ധവും വിശാലവുമായ ചില കാഴ്ചപ്പാടുകൾ അഹമ്മദിയാക്കൾ പിന്തുടരുന്നുണ്ട്. അഹമ്മദീയ മുസ്ലിങ്ങൾ ശ്രീകൃഷ്ണൻ മറ്റൊരു പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ പള്ളിയിലെ ഇമാമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുകയുണ്ടായി. കാനഫിൽ ഹിന്ദി നബിയുൻ അസ്വദുൽ ലൗനി ഇസ്മുഹു കാഹിന. ഇന്ത്യയിൽ കാർവർണനായ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് കാഹിന അല്ലെങ്കിൽ കനയ്യ, കണ്ണൻ എന്നായിരുന്നു. അപ്പോൾ മുഹമ്മദ് നബിയുടെ ഈ അധ്യാപനം അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് മറ്റെല്ലാ പ്രവാചകന്മാരെയും പോലെ, അതായത് മോസസിനെ, ജീസസിനെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്രഹാം എന്നുപോലുള്ള കൺഫ്യൂഷ്യസ്, സ്വരാഷ്ട്ര പോലെ ഈ ഭാരതത്തിൽ വന്ന ഭാരതത്തിന് യഥാർത്ഥ ദൈവവിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുന്നതിനും മനുഷ്യരെ സ്നേഹത്തിലും സാഹോദര്യത്തിലും ഒരുമിച്ച് കൂട്ടുന്നതിനും വേണ്ടി ഭാരതത്തിൽ അവതീർണരായ പുണ്യപുരുഷനായിരുന്നു, പ്രവാചകനായിരുന്നു ശ്രീകൃഷ്ണൻ എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഞാനിത് എന്തിനാണ് നിങ്ങളോട് കേൾപ്പിച്ചതെന്ന് വെച്ചാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു ഇലാഹിയായ പ്രസ്ഥാനമാണ്. ഈ മഹിതമായ പ്രസ്ഥാനം തീരുമാനമെടുത്ത ഏത് കള്ളത്വരീഖത്താണെങ്കിലും സംഘടനകളാണെങ്കിലും സംവിധാനങ്ങളാണെങ്കിലും വലിയ മാറ്റങ്ങൾ പിൻകാലത്ത് അതിനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ നേരത്തെ ഇവിടെ നടന്ന മുഖ്യപ്രഭാഷണത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, തെറ്റിദ്ധരിപ്പിക്കലുകൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. തെറ്റിദ്ധരിപ്പിക്കുക അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസികളുടെ വിശ്വാസങ്ങളിൽ, കർമ്മങ്ങളിൽ ഉദാഹരണ ഖബർ സിയാറത്ത് വ്യാപകമായി പരിഹസിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഖബർ സിയാറത്ത്. ഞാൻ അതിൻ്റെ മറ്റുള്ള വിഷയങ്ങളിൽ കടക്കുന്നില്ല. 2 നോക്കിയാൽ കാണാം. ചുടേൽ അബ്ദുള്ള മൗലവിയുടെ ഒരു പ്രസംഗം. അദ്ദേഹം പറയണത് ഖബർ ആരാധന എന്നത് ഖബറിൽ കിടക്കുന്ന ആളോടുള്ള ആരാധനയാണ്. അതുകൊണ്ട് തന്നെ ഖബർ സിയാറത്തിന് പോകുന്നവർ പച്ച കാഫിറാണ്, പച്ച മുശ്രിക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആരാണ് ഖബറിലുള്ള ആളുകളെ ആരാധിക്കുന്നത്? ആരാണ് ഖബറിലുള്ള ആരാധിക്കുന്നത്? എന്താണ് സുന്നികൾ ചെയ്യുന്നത് എന്ന് സുന്നികളല്ലേ പറയേണ്ടത്? ആരാധന വേറെ, ആദരവ് വേറെ, രണ്ടാണ്. ആദരവിനെ ആരാധന എന്ന് തെറ്റിദ്ധരിക്കുന്നത് വലിയ അബദ്ധം ഉണ്ടാക്കും. അദ്ദേഹം പറയട്ടെ.
സമയമില്ല രണ്ടിലായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ് അവസാനിപ്പിക്കണം. ഒരുപാട് സമയം നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിന്നൊക്കെ ഒരുപാട് കഴിഞ്ഞു. പാവപ്പെട്ട സാധാരണക്കാരന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വസ്തുക്കളെ സംഘടിപ്പിക്കാൻ ആത്മീയമായ ഒരു ബന്ധം ആവശ്യമാണ് എന്ന് കെട്ടിച്ചമച്ച് സാധാരണക്കാരന്റെ മനസ്സിനെ ജാറവുമായി മരിച്ചുപോയ മഹാന്മാരുമായി ബന്ധിപ്പിച്ച് ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഒരുങ്ങാൻ ആവശ്യപ്പെടുന്ന പുരോഹിതന്മാരുടെ കപടമുഖമാണ് ജാറങ്ങൾ. അള്ളാഹുവിനെ നിഷേധിക്കലാണ്, അള്ളാഹുവിനെ കുഫ്ർ ചെയ്യലാണ് ജാറം. ഒരുത്തൻ ജാറം എന്നത് അള്ളാഹുവിനെ നിഷേധിക്കലും അള്ളാഹുവിനെ കുഫ്ർ ചെയ്യലുമാണ്. ആ എങ്ങനെയെന്ന് ഇത്ര ആലോചിച്ചിട്ട് മനസ്സിലാണില്ല. മഹാരഥന്മാരായ ആളുകൾ മരിച്ചു കിടക്കുന്ന വിശുദ്ധമായ ഖബറിടങ്ങൾ, ജാറങ്ങൾ അത് അള്ളാഹുവിനെ നിഷേധിക്കുന്ന കേന്ദ്രങ്ങളാണെന്ന് പരസ്യമായി പ്രസംഗിക്കുമ്പം ഏതടിസ്ഥാനത്തിൽ എന്ന് പറയാൻ അവർക്ക് ബാധ്യതയില്ലേ? ഏതടിസ്ഥാനത്തിലാണ് അത് അള്ളാഹുവിനെ നിഷേധിക്കുന്ന കേന്ദ്രങ്ങളായി തീരുന്നത്? എന്തെങ്കിലും അങ്ങോട്ട് കാഴ്ചവിടുന്നേ. ഒരുത്തൻ ജാറത്തിൽ ചെന്നിട്ട് തങ്ങളെ എന്ന് വിളിച്ചാൽ അവൻ കാഫിറാണ്. എന്തുകൊണ്ട്? കണ്ടങ്ങള് ആ വയസ്സുകാലത്തേക്ക് ഇത്ര ഒച്ചടുമ്പോ ഉള്ളൊരു സത്യം പറയാലോ. ജാറത്തിങ്ങൾ ചെന്നിട്ട് അവിടെ കിടക്കുന്ന മഹാനവറുകളെ വിളിച്ചാലാ വിളിക്കുന്ന സമയത്ത് അയാൾ കാഫിറാണ്. എന്താ കാരണം എന്ന് നിങ്ങൾ പറയട്ടെ. അല്ലാഹു തആല റഹ്മാൻ എന്ന സിഫത്തിനെ നിഷേധിച്ചവനാണ് അവൻ. മഖ്ബറയിൽ ചെന്ന് അവിടെ കിടക്കുന്ന ആളെ വിളിക്കുന്നവൻ റഹ്മാൻ എന്ന സിഫത്തിനെ നിഷേധിച്ചവനാണ്. ഇത് ഒരിക്കലും നമുക്ക് യോജിക്കണില്ല. ഖബറുകൾ ചെന്ന് സിയാറത്ത് ചെയ്യുന്ന ആള് അവിടെ കിടക്കുന്ന മഹാനവറുകളെ വിളിക്കുന്നത് അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന സിഫത്തിനെ നിഷേധിക്കലാണ്. ഇത് ഒരിക്കലും നമുക്ക് യോജിക്കണില്ല. എന്താണ് ഇയാൾ ഈ പറയണത്? ഇങ്ങനെ വ്യാപകമായി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. മോൻ അടുത്ത് വരട്ടെ. മുജാഹിദ് ബാലിശ്ശേരിയുടെ പറയുന്ന പ്രസംഗം കാണാം. മമ്പുറത്തെ തങ്ങൾ വിഗ്രഹമാണ്. ഖബറാരാധനയോ ശുദ്ധമായ വിഗ്രഹാരാധനയാണെന്നാണ് ഇസ്ലാം പറയുന്നത്. അവിടെ അദ്ദേഹം പറഞ്ഞത് ഖബറാരാധന എന്നാണ്. ഈ മുജാഹിദിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പറയപ്പെട്ട ബിദ്അത്തിന്റെ ആളുകളൊക്കെ പ്രസംഗിക്കുമ്പം അവർ പറയുന്നത് ഖബറാരാധന എന്നാണ്. നമ്മൾ പറയുന്നത് ഖബറാരാധനയല്ല, ഖബർ സിയാറത്താണ്. തിരുത്തി പറയണം. ആരാധന വേറെ, ആദരവ് വേറെ. ആരാധന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെ മറ്റുള്ള ഒരാളെ ആരാധിക്കാൻ കഴിയും? അങ്ങനെ പറയാവോ? ആദരവിനെ ആരാധന എന്ന് ദുർവ്യാഖ്യാനം ചെയ്തു. ഇത് കേൾക്കുന്നവരോ അങ്ങനെ വിശ്വസിച്ചു. സുന്നികളൊക്കെ മമ്പുറത്ത് പോയിട്ട് ഖുതുബ് സമാനെ ആരാധിക്കുന്നു. സുന്നികൾ മടവൂര് ചെന്ന് CM മടവൂരിനെ ആരാധിക്കുന്നു. എത്ര വലിയ ദുരാരോപണമാണിത്! തിരുത്തി കൊടുക്കണ്ടേ? പ്രവാചക തിരുമേനി പഠിപ്പിച്ചിട്ടുള്ളത്. എന്റെ വകയായി ക്ലിപ്പിംഗ് ഇടാറുണ്ട് മുസ്ലിയാക്കന്മാര്. ഖബറാരാധന മമ്പറും അത് വിഗ്രഹമാകുന്നു എന്ന് ഞാൻ പറയും. ഇപ്പോഴും പറയുന്നു ഖബറുകളൊക്കെ വിഗ്രഹമാണ് എന്ന്. സംശയങ്ങൾക്ക് അല്ലല്ലാത്തോൽ ആരാധിക്കുന്ന ഖബറുകളൊക്കെ വിഗ്രഹമാകുന്നു. ഞാൻ അല്ലല്ലാത്തോൽ ആരാധിക്കുക അപ്പോഴും പറയുന്നതാണ്. അല്ലല്ലാത്തോൽ ആരാധിക്കുന്നത് വിഗ്രഹമാണ്. ശരി തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. അല്ലല്ലാത്തോൽ ആരാധിക്കുന്നത് വിഗ്രഹമാണ്. പക്ഷെ മഖാമുകളിൽ കിടക്കുന്നവർ ആരാധിക്കുന്നത്? ഇങ്ങനെ വ്യാപകമായി ദുർവ്യാഖ്യാനം ചെയ്ത് പച്ചക്കളവ് പറഞ്ഞ് സമുദായത്തെ വഞ്ചിക്കുന്ന ഒരു സാഹചര്യം. ഇവിടെയാണ് ആദർശം അമാനത്താണ് എന്ന ഏറ്റവും വലിയ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്സത്തോടെ നട്ടെല്ലുയർത്തിപ്പിടിച്ച് ആരുടെ മുമ്പിലും ഭീഷണിക്ക് വഴങ്ങാതെ പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ ഈ രൂപത്തിൽ ആളുകൾക്ക് മുമ്പിൽ വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച SKSSFന്റെ പ്രവർത്തകന്മാർ നാട് മുഴുവനും ഇങ്ങനെ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ തിരുത്താൻ വേണ്ടിയിട്ടാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, യകൂനു ഫി ആഖിരിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഫഇയ്യാകും വഇയ്യാഹും ലാ യുളില്ലൂനകും വലാ യഫ്തിനൂനകും. മുൻഗാമികളായ ആളുകൾ കേൾക്കാത്ത പച്ചക്കളവുകൾ പറഞ്ഞ്, ഒഴുകിപ്പോകുന്ന വെള്ളങ്ങൾ പോലും നിന്നുപോകുന്ന രൂപത്തിലുള്ള കളവുകൾ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഹബീബായ നബി തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവർ ദജ്ജാലിങ്ങളാണ്, അവർ കദ്ദാബീങ്ങളാണ്, അവരെ നിങ്ങൾ കേൾക്കരുത്, അവരെ നിങ്ങൾ അംഗീകരിക്കരുത് എന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മുജാഹിദിന്റെ ഒരു പ്രഭാഷകൻ, മുജാഹിദിന്റെ ഒരു നേതാവ്, അദ്ദേഹം പറയുന്നത് പണ്ട് കാലത്ത് ഖവാരിജിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ആ ഖവാരിജിയാക്കൾ എന്ന് പറയുന്ന വിഭാഗത്തിന് 3 ഗുണഗണങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 3 ഗുണഗണങ്ങൾ അദ്ദേഹം പറയട്ടെ, നിങ്ങളത് ശ്രദ്ധിക്കണം. ഇന്നത് ആർക്കാണുള്ളത് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അദ്ദേഹം പറയട്ടെ.
3 അടയാളങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒരു മുഅ്മിൻ ഒരു പാപം ചെയ്താൽ അവനെ കാഫിർ എന്ന് വിളിക്കും. ഖവാരിജികളുടെ 3 അടയാളങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒരു മുഅ്മിൻ ഒരു പാപം ചെയ്താൽ അവനെ കാഫിർ എന്ന് വിളിക്കും. ഒന്നാമത്തെ കാര്യം, ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ ഒരു പാപം ചെയ്താൽ ആ മുഅ്മിനായ മനുഷ്യനെ കാഫിർ എന്ന് വിളിക്കും. ഇത് ഖവാരിജിയാക്കളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്. ആ സ്വഭാവം ഇന്ന് ആർക്കാണുള്ളത് എന്ന് ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ പറയാം. അടുത്തത്, ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ, ഒരാളുടെ വസ്ത്രത്തിൽ എന്തെങ്കിലും ഒരു പെശക് വരികയാണ്, എന്തെങ്കിലും ഒരു കുഴപ്പം വരികയാണ്, ഈ ഖവാരിജികളുടെ സ്വഭാവം എന്താണ്? ഓ പച്ച കാഫിറാന്ന് ഒരു മടിയുണ്ടാവില്ല. അപ്പൊ ഈ ഖവാരിജിയാക്കളായ ആളുകൾ മുസ്ലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ച് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അവർ പച്ച കാഫറുകളാണെന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പറയുന്നവരാണ് ഖവാരിജിയാക്കൾ. മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരെ കാഫിറുകളാക്കാൻ ഈ ഖവാരിജികൾക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഈ ബാക്ക് വോയിസിൽ സൗണ്ട് വേണ്ട, ബാക്ക് വോയിസിൽ വേണ്ട. ഇനി രണ്ടാമത്തത് ബാക്ക് വോയിസിൽ 2 ഓടോടെ. മാത്രല്ല രണ്ടാമത്തെ അവരുടെ അടയാളം മുശ്രിക്കുകൾക്ക് നേരെ ഇറങ്ങിയ ആയത്തുകൾ മുഅ്മിനീങ്ങൾക്ക് നേരെ ഓതും. അവ മുശ്രിക്കീങ്ങൾക്ക് ഇറങ്ങിയ ആയത്തുകൾ ഏതൊക്കെയുണ്ടോ മക്ക മുശ്രിക്കീങ്ങൾക്ക് ഇറങ്ങിയ മുഴുവൻ ആയത്തുകളും മുസ്ലിമീങ്ങളുടെ മേലിൽ ചാർത്തുക എന്നതാണ് ഖവാരിജിയാക്കളുടെ രണ്ടാമത്തെ അടയാളം. മുശ്രിക്കുകൾക്ക് നേരെ ഇറങ്ങിയ ആയത്തായിരിക്കും, അത് മുഅ്മിനീങ്ങൾക്ക് നേരെ ഓതാൻ അവർക്ക് യാതൊരു മടി ഉണ്ടാവില്ല. മുശ്രിക്കീങ്ങൾക്ക് ഇറങ്ങിയ ആയത്തുകൾ, മക്ക മുശ്രിക്കീങ്ങൾക്ക് ഇറങ്ങിയ ആയത്തുകൾ മുസ്ലിമീങ്ങൾക്ക് നേരെ ആരോപിച്ച് ആ മുസ്ലിമീങ്ങളെ മുശ്രിക്ക് ശിർക്ക് ആരോപിക്കുന്ന പ്രവർത്തനം പണ്ട് ഖവാരിജിയാക്കൾ ചെയ്തിട്ടുണ്ട്. അവരുടെ അടയാളം അവർ പെട്ടെന്ന് തമ്മിൽ തല്ലും. അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ ഗ്രൂപ്പിന്റെ ഉള്ളിൽ അവർ ഭയങ്കര ആവേശക്കാരായിരിക്കും, ഭയങ്കര സംഭവമായിരിക്കും. കുറച്ച് കഴിയുന്നതിന് മുന്നേ അവർ തമ്മിൽ തല്ലാൻ തുടങ്ങും. പ്രശ്നങ്ങൾ. മൂന്നാമത്തെ അടയാളം, അവർ വലിയ ഗ്രൂപ്പിസത്തിന്റെ ആളുകളായിരിക്കും. ഗ്രൂപ്പിസത്തിൽ വലിയ തല്ലുകൾ നടക്കും. അങ്ങനെ തല്ലുകൾ ഉണ്ടായി, ഗ്രൂപ്പിസം ഉണ്ടാക്കി, അങ്ങനെ ഒരു മറുഭാഗത്തിലൂടെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ 3 അടയാളങ്ങളാണ് ഇസ്ലാമിന്റെ ആദ്യകാലത്തുള്ള ഇസ്ലാമിലെ ശത്രുക്കളായ ഖവാരിജിയാക്കൾക്കുണ്ടായിരുന്നത്. ആ ഖവാരിജിയാക്കളുടെ പരിപൂർണമായ ഗുണഗണങ്ങൾ, അവരുടെ ഔസ്വാഫുകൾ ഇന്ന് കൊണ്ട് നടക്കുന്നത് സാക്ഷാൽ കേരളത്തിലെ വഹാബികളാണ്. അത് ഏത് പേരിൽ അറിയപ്പെട്ടാലും ശരി, ഏത് ഇനീഷ്യലിൽ അറിയപ്പെട്ടാലും ശരി, ഏത് അഡ്രസ്സിൽ അറിയപ്പെട്ടാലും ശരി, ആ ഖവാരിജിയാക്കളുടെ തനി സ്വഭാവമാണ് ഇന്ന് കേരളത്തിലെ വഹാബികൾ കൊണ്ട് നടക്കുന്നത്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. നേരത്തെ ഇവിടെ സത്താർ സാഹിബ് സൂചിപ്പിച്ചിട്ടുണ്ട് ആ കാര്യം. ചുടലി അബ്ദുള്ള മൗലവി കേരളത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളെയും ശക്തമായി അടച്ചാക്ഷേപിച്ച് എല്ലാവരും പച്ച കാഫറുകളാണെന്ന് പറഞ്ഞു. ഓരോരുത്തരുടെ ബിരുദമെടുത്തു പറഞ്ഞു, ഓരോരുത്തരെ പ്രത്യേകം പരാമർശിച്ചു പറഞ്ഞു. അങ്ങനെയുള്ളൊരു സാഹചര്യം കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെ അവരോട് ബന്ധപ്പെട്ടവരോ ഇന്ന് വരെ അത് തിരുത്തിയിട്ടില്ല. പക്ഷെ ഇവിടെ ഗൗരവമായ ഒരു വിഷയമുണ്ട്. എന്താണത്? പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം കൊണ്ട് നടക്കുന്നവർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ആശയം കൊണ്ട് നടക്കുന്നവരെ മുശ്രിക് എന്ന് പറയുന്നത് എത്ര വലിയ അപരാധമാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിക്കണം. എന്നാൽ മുജാഹിദിൽ നടക്കുന്ന തർക്കത്തിന്റെ പേരിൽ KNMന്റെ ആളുകൾ വിസ്ഡം ഗ്രൂപ്പിന്റെ നേതാവായ മുജാഹിദ് ബാലുശ്ശേരിയെ മുഖത്ത് നോക്കി നിങ്ങൾ കാഫിറാണ് എന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിന് വല്ലാതെ വേദനയുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കൊന്ന് കേൾക്കി നിങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്നവരെ, ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി. അദ്ദേഹം കഴിഞ്ഞ ദിവസം വല്ലാത്തൊരു വേദന ഉണ്ടായി അദ്ദേഹത്തിന്. എന്താണ് ആ വേദന? അറ്റാക്കിന്റെ വേദന അല്ല. എന്താണ് വേദന എന്ന് അദ്ദേഹം പറയട്ടെ. എന്താ വേദന? എന്റെ മുഖത്ത് നോക്കി ഒരു KNMകാരൻ, എടാ മുശ്രിക്കേ, കാഫിറേ, കേരളത്തിലെ സമസ്തയെ പോലെ നീ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കാഫിറേ എന്ന് KNMകാര് കെട്ടയിച്ചു വിട്ടവർ വിളിക്കുന്നു. അപ്പൊ KNMകാർ ഇയാളെ മുഖത്ത് നോക്കി കാഫിറേ എന്ന് വിളിച്ചപ്പോ മൂപ്പർക്ക് വേദന ഉണ്ടായി. അതേ വേദന തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഇതിന് വേദന എന്ന് പറയുന്നത് വാർഡടിസ്ഥാനത്തിൽ കൊടുക്കുന്ന സംഗതിയൊന്നുമല്ല. നിങ്ങളെ കാഫിറേ എന്ന് KNMകാർ വിളിച്ചപ്പം നിങ്ങൾക്ക് വേദനയുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാർ സുന്നികളെ കാഫിറിങ്ങളെ എന്ന് വിളിച്ചപ്പം, മുശ്രിക്ക് എന്ന് വിളിച്ചപ്പം ഞങ്ങൾക്കും അതിലേറെ വേദന ഉണ്ടായിട്ടുണ്ട്. ഇതിങ്ങനെ വേദന എന്ന് പറയുന്നത് വാർഡ് അടിസ്ഥാനത്തിലോ ബ്ലോക്ക് അടിസ്ഥാനത്തിലോ കൊടുക്കുന്ന സംഗതിയല്ല. മനസ്സിന് വേദനിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ആർക്കും വേദന ഉണ്ടാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ തൗഹീദ് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അങ്ങനെ പറയാവോ? കാഫിർ എന്ന് പറയാവോ? മുശ്രിക്ക് എന്ന് പറയാവോ? ഇത് എത്ര വലിയ അപരാധമാണ്, അപകടമാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഏതായാലും ആദർശ പ്രസംഗങ്ങളും ശക്തമായ മറുപടികളും 4 ഭാഗത്തിൽ നിന്ന് വന്നപ്പം ചുഴലി അബ്ദുള്ള മൗലവി നേരെ തിരിഞ്ഞു.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വ്യക്തികളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ സംഘടനകളൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒന്ന് പറയട്ടെ, സമയമില്ലാത്തതുകൊണ്ട് വേഗം വേഗം പറഞ്ഞു പോവാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ പറഞ്ഞ വിഷയം എന്താ നിങ്ങൾ പറഞ്ഞു? നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്താന്നുള്ളത്. ഞാൻ അതിലേക്ക് കടക്കണില്ല. ഞാൻ ഏതെങ്കിലും ഇന്ന സംഘടന തുടരാൻ പാടില്ല, ഇന്ന സംഘടന കാഫിറാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നോ? അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇന്ന സംഘടന കാഫിറാണ് നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഒന്നായിട്ട് കാഫിറാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇന്ന വ്യക്തി കാഫിറാന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ഇന്ന വ്യക്തി കാഫിറാന്നും പറഞ്ഞിട്ടില്ല. സകല ആളുകളും പേര് വിളിച്ചിട്ട് ബിരുദം വിളിച്ചിട്ട് ആ മുസ്ലിങ്ങൾ മുഴുവൻ കാഫിറാണെന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ന പ്രസ്ഥാനം കാഫിറാണെന്ന് ഞാൻ പറഞ്ഞിരുന്നോ? അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. സുന്നികൾ മൊത്തം കാഫിറാണെന്നാണ് പറഞ്ഞത്. ഓരോ പ്രസ്ഥാനത്തിന്റെ പേരും നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇന്ന നാട്ടിന്റെ മഹൽ, ഒരു മഹല്ലത്തിന്റെ പേര് വന്നിട്ട് അമ്മഹല്ലത്തിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് പറഞ്ഞിട്ടില്ല. കുത്തുബിയത്ത് ചെല്ലണ മുഴുവൻ മഹല്ലെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ എല്ലാ മഹല്ലും അതിൽ പെടും. ഇന്ന മുസ്ലിയാരെ തുടരാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു മുസ്ലിയാരും തുടരാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒരാളും പറ്റൂല. ആരുടെയെങ്കിലും പേര്, ഏതെങ്കിലും സംഘടനന്റെ പേര് ഞാൻ വിഷയത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നോ? അങ്ങനെ നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ആ സംഘടനക്കാരെ വെറുതെ വിടൂല. നിങ്ങൾ ഒരു സംഘടനന്റെ പേരും പറഞ്ഞിട്ടില്ല. കേരളത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങൾ ഖുതുബിയത്ത് ചൊല്ലുന്നവർ, മൗലിദ് ചൊല്ലുന്നവർ, സിയാറത്ത് ചെയ്യുന്നവർ, ഖബറുകളിൽ പോകുന്നവർ, തവസ്സുൽ ചെയ്യുന്നവർ, ഇസ്തിഗാസ ചെയ്യുന്നവർ, അവർ മുഴുവനും കാഫിറുകളാണ് എന്ന് അടച്ചാക്ഷേപിക്കുകയാണ് നിങ്ങൾ ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറയാ, ചാനലുകാരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പറയട്ടെ. 1 മണിക്കൂറും 25 മിനിറ്റും കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്ത നസീഹത്തില് 2 മിനിറ്റ് നേരത്തെ അവലും ആഗ്രഹം ഇല്ലാതെ എടുത്തിച്ച് ഇവിടുത്തെ ചാനലുകാര്, അത് കുഫറിന്റെ അഹലുകാരുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്, ഇതൊന്നും എന്താന്ന് തിരിയാത്ത ആൾക്കാരുണ്ട്, അവർ കൊണ്ടുവന്ന വിഷയം വെച്ചുകൊണ്ട് ഇതൊരു വലിയ കണ്ടോങ്ങള്. അപ്പൊ ഈ വിഷയങ്ങൾ ഇങ്ങനൊക്കെ ആക്കിയത് ചാനലുകാരാണ്, ഈ വിഷയങ്ങൾ ഈ രൂപത്തിലാക്കിയത് മറ്റുള്ളവരാണ്, പറഞ്ഞ ഞാനല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന വിശുദ്ധമായ തൗഹീദ് വിശ്വസിക്കുന്ന, 5 നേരം നിസ്കരിക്കുന്ന, പടച്ച റബ്ബിനെ ഇലാഹായി അംഗീകരിക്കുന്ന, മുത്തുനബിയെ റസൂലായി അംഗീകരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കാഫിറാണെന്ന് പറയാൻ മാത്രമുള്ള ധൈര്യം അത് എവിടുന്ന് കിട്ടി എന്നതാണ് നമ്മുടെ ചോദ്യം. അത് എവിടുന്ന് കിട്ടി? വർത്തമാന സാഹചര്യത്തിൽ അങ്ങനത്തെ വിദഅത്തിന്റെ ആളുകൾക്ക് ആരാണ് ഓശാന പാടുന്നത്? അവർക്കാരാ സംരക്ഷണം കൊടുക്കുന്നത്? അവർക്കാരാണ് സപ്പോർട്ട് കൊടുക്കുന്നത്? അവർക്ക് ധൈര്യം പകരുന്നത് ആരാണ്? ഇത് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടായപ്പം നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് അവരുടെ മുഖത്തു നോക്കി പറയാൻ പോലും ആളുകളില്ലാത്ത രൂപത്തിൽ ആദർശപരമായ വലിയൊരു അപജയം സംഭവിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇതാണ് പണ്ട് കാലം മുതലേ ഈ പറയപ്പെട്ട ഖവാരിജിയാക്കളായ ആളുകൾ നടത്തിയിട്ടുള്ളത്. മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുക, കാഫിറാക്കുക. രണ്ടാമതെന്താണ് അവർ ചെയ്തിട്ടുള്ളത്? ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുക. മുശ്രിക്കീങ്ങൾക്ക് ഇറങ്ങിയ ആയത്തുകൾ, മക്ക മുശ്രിക്കീങ്ങളെ പരാമർശിച്ചുകൊണ്ടിറങ്ങിയ ആയത്തുകൾ, ആ ആയത്തുകൾ സുന്നിയുടെ മേലിൽ വെച്ച് കെട്ടുന്ന സ്വഭാവം പണ്ട് മുതലേ ഖവാരിജിയാക്കൾ ചെയ്തതാണ്. ഇന്നത് മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനൊരു 1-2 ഉദാഹരണങ്ങൾ മാത്രം ആ വിഷയത്തിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒരു പ്രസംഗം കേൾക്കിങ്ങൾ. കാവലിനെ ചോദിക്കണം നാം അത്തരം ആയത്തുകൾ. സുബ്ഹാനല്ലാഹ്, ആയത്തുകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി ഇബ്ലീസ് മനക്കെടും. നിങ്ങൾ അള്ളാഹുവിനോട്, അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അത് മൊയ്തീൻ ശൈഖാവട്ടെ, റിഫായി ശൈഖാവട്ടെ, ബിംബങ്ങളാവട്ടെ, ജിന്നുകളാവട്ടെ, മലക്കുകളാവട്ടെ, ആരായിരുന്നാലും വിരോധമില്ല. അത് അയാളെ വകയാണ്. അങ്ങനെ ആയത്തിലില്ല. അങ്ങനൊരു നിർവചനമോ അങ്ങനൊരു അർത്ഥമോ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും എന്ന സൂറത്ത് ഫാത്തിറിലെ 14-ാമത്തെ ആയത്തിന് അങ്ങനത്തെ ഒരു വ്യാഖ്യാനം ഇല്ലേ ഇല്ല. തൽക്കൊന്നൂടെ പറ്റേ. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും. മുഹ്യിദ്ദീൻ ശൈഖിനോടോ ജിന്നുകളോടോ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഒരു കേൾക്കൂല എന്നല്ല ആയത്തിന്റെ അർത്ഥം. അദ്ദേഹം ഒന്നുകൂടി പറയട്ടെ, എന്നിട്ട് അതിന്റെ വിശദീകരണം പറയാം. കാവലിനെ ചോദിക്കണം നാം അത്തരം ആയത്തുകൾ. സുബ്ഹാനല്ലാഹ്, ആയത്തുകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി ഇബ്ലീസ് മനക്കെടും. നിങ്ങൾ അള്ളാഹുവിനോട്, അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അത് മൊയ്തീൻ ശൈഖാവട്ടെ, റിഫായി ശൈഖാവട്ടെ, ബിംബങ്ങളാവട്ടെ, ജിന്നുകളാവട്ടെ, മലക്കുകളാവട്ടെ, ആരായിരുന്നാലും വിരോധമില്ല. ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുന്നതല്ല. വലൗ സമീഉ, ഇനി കേട്ടാൽ തന്നെ എപ്പോൾ കേൾക്കുക? അഥവാ ഒരാൾ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിച്ച് വിചാരിക്കുക, ജിന്ന് നമ്മുടെ കൂടെ ഉണ്ടല്ലോ അല്ലെ, പിശാച് നമ്മുടെ കൂടെ ഇല്ലേ,
ജിന്ന് കേൾക്കാൻ സാധ്യതയുണ്ട്. മലക്കുകളുടെ കൂടെ അല്ലേ ഉണ്ട്, കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആയിരമല്ല പറയാണ്. ഇനി അവർ കേട്ടാൽ തന്നെ മസ്തജാബൂലക്കും അവർക്ക് മറുപടി പറയാനുള്ള അധികാരം ഞാൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവർ മറുപടി കണ്ടോളെ. ഇത് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിവരമില്ലാത്ത ഒരാൾ ഈ പ്രസംഗം കേൾക്കുകയാണെങ്കിൽ എന്താണ് അയാൾ മനസ്സിലാക്കുക? പരിശുദ്ധ ഖുർആനിൽ മഹാന്മാരെ വിളിക്കാൻ പാടില്ല, മുഹീദി ശൈഖിനെ വിളിക്കാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ട് എന്നല്ലേ മനസ്സിലാക്കുക. പ്രായം കൂടുന്നതിനനുസരിച്ച് പക്വത എന്നൊരു സംഗതി ഉണ്ട്. പക്വത കൂടുക എന്താണ് ഈ ആയത്തിനർത്ഥം? കാരണം നേരത്തെ തന്നെ മുജാഹിദിന്റെ നേതാവ് പറഞ്ഞു വെച്ചു, ഇത് പഴയ കാലത്തുള്ള ബിദ്അത്തുകാരുടെ പണ്ട് കാലം മുതൽക്കുള്ള സ്വഭാവം തന്നെയാണിത്. എന്താണ് ഈ ആയത്ത്? ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും. എന്താണ് മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ ഇതിന് കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം? ഇൻ തദ്ഉ അയ്യുഹന്നാസ്, ജനങ്ങളെ നിങ്ങൾ വിളിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ആരാധിച്ചാൽ, ഹൗലാഇൽ ആലിഹത്തല്ലതി തഅബുദൂനഹാ മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ നിങ്ങൾ ആരാധിച്ചാൽ, അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ നിങ്ങൾ വിളിച്ചാൽ ആ ദൈവങ്ങൾ നിങ്ങളുടെ വിളികൾ കേൾക്കുകയില്ല. അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ വിളിച്ചാൽ ആ ദൈവങ്ങൾ നിങ്ങളുടെ വിളികൾ കേൾക്കുകയില്ല. എന്തുകൊണ്ട്? ലിഅന്നഹാ ജമാദുൻ, അത് ജീവനില്ലാത്ത സാധനങ്ങളാണ്. കല്ലുകൊണ്ടുണ്ടാക്കിയ, മരം കൊണ്ടുണ്ടാക്കിയ, അതുപോലെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ, മറ്റുള്ള സാധന സാമഗ്രികളെ കൊണ്ടുണ്ടാക്കിയ ഈ ജീവനില്ലാത്ത ദൈവങ്ങളെ വിളിച്ചാൽ ആ ദൈവങ്ങൾ നിങ്ങളുടെ വിളികൾ കേൾക്കുകയില്ല എന്ന ആയത്ത് നേരെ കോട്ടിമാട്ടി അത് മഹാരഥന്മാരെ തവസ്സുൽ ചെയ്യുന്നതിന് പരിശുദ്ധ ഖുർആൻ വിമർശിച്ചതാണ് എന്ന നിലക്ക് ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. ഒന്നല്ല, പ്രസംഗിക്കുന്ന പ്രഭാഷകന്മാർ മുഴുവനും അങ്ങനെ തന്നെ. മുജാഹിദ് ബാലുശ്ശേരി വരട്ടെ, അദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാൽ സമസ്തനെ പറ്റി ഖുർആനിൽ ആയത്തുണ്ട്, മൂപ്പര് കുറച്ച് ഓവറായിട്ടാണ് മൂപ്പര വർത്താനം. സമസ്ത തെറ്റാണെന്ന് ഖുർആനിലുണ്ട്. ആയിക്കോട്ടെ. കേരളത്തിലെ സമസ്തയെയും കേരളത്തിലെ മുജാഹിദുകളെയും അവർ രണ്ടുപേരുടെ സ്വഭാവത്തെ പറയുന്ന ഒരു ഖുർആനിന്റെ വചനം. അങ്ങനെ കേരളത്തിലെ സമസ്തയെയും കേരളത്തിലെ മുജാഹിദിന്റെയും സ്വഭാവം പറയുന്ന ഒരു ആയത്ത് ഖുർആനിലുണ്ട്. ആ ഏതായാലും 1926 ശേഷം വന്നേക്കാരം. കാരണം 1926 സമസ്ത ഉണ്ടായത്. അപ്പൊ ആ സംസ്ഥനെ സംബന്ധിച്ച് പറയാൻ അതിലെ ശേഷം ഇറങ്ങിയ ആയത്തായിരിക്കും. ഏതായാലും മുപ്പത് ആയത്തൊന്ന് പറയട്ടെ. കേട്ടോളിട്ടോ, ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 45-ാമത്തെ വചനം. വൈദാ ദുക്റല്ലാഹു വഹ്ദഹു, ശരിക്കും ചിന്തിച്ചോളാം, അള്ളാന്റെ ഗ്രന്ഥത്തിൽ നിന്നാണ്, മുജാഹിദുകളുടെ ഏതെങ്കിലും ഒരു കിതാബെന്നല്ല. നിങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ എടുത്തോ. നിങ്ങൾ ഇപ്പം നിങ്ങളുടെ പള്ളിയിലോ കവലയിലോ മദ്രസയിലോ എവിടെങ്കിലും ഇരുന്നിട്ട് ഈ ഖുർആനിക വചനം എടുക്ക്. എന്നിട്ട് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളെ പറ്റിയാണോ അള്ളാഹ് പറയുന്നത്, ഞങ്ങളെ പറ്റിയാണോ അള്ളാഹ് പറയുന്നത്? ആ ഖുർആനിക വചനം എന്താ അറിയോ? അള്ളാഹുവിനെ പറ്റി മാത്രമായി പ്രസ്താവിക്കപ്പെട്ടാൽ, എന്ത് അള്ളാഹിനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയപ്പെട്ടാൽ, നേർച്ച അള്ളാഹുവിന് മാത്രം എന്ന് പറയപ്പെട്ടാൽ, അതയാളെ വകയാണ്. അതൊന്നും അതിലുള്ളതല്ല. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് അസഹ്യത അനുഭവപ്പെടുന്നു. ഒന്നുകൂടെ കേട്ടോളണം. അള്ളാഹിനെ പറ്റി മാത്രമായിട്ട് പറഞ്ഞാൽ കോപിക്കുന്ന, ദേഷ്യം പിടിക്കുന്ന, ഖണ്ഡനം നടത്തുന്ന, സ്റ്റേജ് കയ്യേറുന്ന, പോസ്റ്റർ കീറുന്ന ഒരു വിഭാഗം ആളുകളെ നിങ്ങൾക്ക് കാണാം. തീർന്നില്ല. അടുത്ത അതൊക്കെ ആയത്തിന്റെ അർത്ഥം. പോസ്റ്റർ കീറുന്ന, സ്റ്റേജ് കയ്യേറുന്ന, എന്താണ്, ആരെ പറ്റിയാണ് ആയത്ത് പറഞ്ഞത്? വഇദാ ദുക്കിറല്ലാഹു വഹ്ദഹു ഇസ്മഅസ്സതു ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറതി. പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അസഹ്യതയുണ്ടാകും. പരലോകത്തിൽ വിശ്വാസമില്ലാത്ത, ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത, മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അസഹ്യതയുണ്ടാകും. ആ ആയത്ത് നേരെ തിരിച്ചിട്ട് സുന്നികളായ ആളുകൾക്കാണ്, സമസ്തക്കാരെ പറ്റിയാണ് ആയത്തിറങ്ങിയത് എന്ന് പച്ചക്കളവ്. കാരണം ഇത് കേൾക്കണവർക്ക് ഇത് തിരിയില്ല. എന്നാ മറ്റൊരാളോട് ചോദിക്കും, അത് ചോദിക്കൂല. എന്നാ ഇത് കേൾക്കുന്ന ആളുകൾ ഇത് തന്നെയാണ് സത്യം എന്ന് വിശ്വസിക്കാണ്. എന്നിട്ട് എന്തറിയോ? അള്ളാന്റെ കൂടെ സിഎം മടവൂരിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനല്ല എന്റെ അർത്ഥം. അള്ളാഹുവിനോട് കൂടെ സിഎം മടവൂരിനെ വിളിക്കലോ മുഹീദി ശൈഖിനെ വിളിക്കലോ അതുള്ള മറ്റുള്ള അമ്പിയാ ഔലിയാക്കന്മാരെ വിളിക്കുന്നതിനെ സംബന്ധിച്ചല്ല ആയത്തുള്ളത്. സൂറത്തു സുമറിന്റെ 45-ാമത്തെ ആയത്തിൽ കാണാം, വഇദാ ദുക്കിറല്ലദീന മിൻ ദൂനിഹി, അല്ലാഹു അല്ലാത്ത, യഅനി ആലിഹതഹും, അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ വിളിക്കുക, അതല്ലെങ്കിൽ അസ്നാം, അല്ലെങ്കിൽ ബിംബങ്ങളെ വിളിക്കുക. അങ്ങനെ വിളിച്ചാൽ ഇദാഹും യസ്തബ്ശിറൂൻ, അവർക്ക് വലിയ സന്തോഷമായിരിക്കും.
അപ്പൊ അല്ലാഹുവല്ലാത്ത ദൈവങ്ങളെ, അല്ലാഹുവല്ലാത്ത ഇലാഹുകളെ വിളിക്കുന്നതിനെ സംബന്ധിച്ചും പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചും പറഞ്ഞ ആയത്തുകൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും സമസ്തയുടെ പ്രവർത്തകന്മാരുടെയും മുകളിൽ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് വ്യാപകമായി ഇവർ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ആയത്തൊന്ന് കാണിങ്ങൾ. സൂറത്ത് സുമറിന്റെ 45-ാമത്തെ ആയത്ത്. എത്ര വലിയ അപരാധമാണിത്, എത്ര വലിയ അപകടമാണിത്! ഇങ്ങനെയൊക്കെ പരിശുദ്ധമായ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യാവോ? ഇങ്ങനെ പരിശുദ്ധമായ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന, അള്ളാഹുവിന്റെ കലാമിനോട് അനാദരവ് കാണിക്കുന്ന ഇത്തരം ആളുകളോട് എന്തു കോംപ്രമൈസ്? ഇവരോടാണോ കോംപ്രമൈസ്? അവരെയാണോ നമ്മൾ സൽക്കരിക്കേണ്ടത്? അവരെയാണോ കൂട്ടിപ്പിടിക്കേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മൾ ആലോചിക്കണം. ഇതെത്ര ഗൗരവമുള്ള വിഷയമാണിത്. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു കാലഘട്ടമാണ്. എല്ലാവരെയും കൂട്ടിപ്പിടിക്കണം, എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകണം. എങ്ങോട്ട് കൊണ്ടുപോകണം, എങ്ങനെ കൂട്ടിപ്പിടിക്കണമെന്നാണ് അത്തരം ആളുകൾ പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള ഒരു ഐക്യം. എങ്ങനെ ഐക്യം? വഹാബികളുടെ, മുജാഹിദിന്റെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരത്തിലുള്ള പിഴച്ച ആളുകളുടെ പരിപാടിക്ക് അങ്ങോട്ട് പോയിട്ട് ഓലെ സഹായിക്കുക, ഓൽക്ക് സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് മെജോറിറ്റി ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ തിരിച്ചിങ്ങോട്ട് വിളിക്കണം. മുജാഹിദിന്റെ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരെ മമ്പറത്ത് ഉറൂസിന് വിളിക്കണം, കുത്തുബിയത്തിന് വിളിക്കണം, ഏർവാടി സിയാറത്തിന് വിളിക്കണം, അവരെ ഖബർ സിയാറത്തിന് വിളിക്കണം, മരിച്ച 7 ആണ്ടിനും വരെ വിളിക്കണം. അവരിങ്ങോട്ട് വരണം. അപ്പോഴല്ല ഇത് ഐക്യം, സഹവർത്തിത്വം എന്നൊക്കെ പറയല്. ഇത് എത്ര ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഹബീബായ നബി തങ്ങളെ പഠിപ്പിച്ചൊരു ഹദീസുണ്ട്. വഹാബിസത്തെ, ബിദ്അത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും അവിടെ കൂടെ കൂടുകയും അവർക്ക് സപ്പോർട്ട് ചെയ്യുക എന്നത് അള്ളാഹിന്റെ പരിശുദ്ധമായ ദീന് തകർക്കുന്നതിന് തുല്യമാണ്. ഇത് വലിയ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. ഓരോരോ വർഷം കഴിയും തോറും ബിദ്അത്തിനോടുള്ള ഗൗരവം കുറഞ്ഞുകൊണ്ടുവരികയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഖവാരിജിയാക്കളുടെ 2 സ്വഭാവങ്ങളും ഇന്ന് കേരളത്തിലെ ഈ വഹാബി പ്രസ്ഥാനത്തിൽ നിക്ഷിപ്തമാണ്. മൂന്നാമത്തത് ഗ്രൂപ്പ് തർക്കാണ്. മുജാഹിദ് എത്ര ഗ്രൂപ്പാണുള്ളതെന്ന് ഓൽക്കന്നെ അറിയില്ല. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ നേരം പുലർന്ന് വാട്സപ്പ് തുറന്നു നോക്കുമ്പോൾ ഓല് 4ാമത്തെ ഗ്രൂപ്പൊക്കെ ചേക്കേറിയിട്ടുണ്ടാവും. ഗ്രൂപ്പാന്തരം. എന്തിന്റെ പേരിൽ ഗ്രൂപ്പ്? തൗഹീദിന്റെ പേരിലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പേരിലാണ്, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പേരിലാണ്. ഇവിടെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറയുന്നത്, 1926 രൂപീകൃതമായ ഈ മഹിതമായ പ്രസ്ഥാനം അന്ന് എന്താദർശമാണോ പറഞ്ഞതെങ്കിൽ, അന്നെന്താശയമാണോ പറഞ്ഞതെങ്കിൽ, അതേ ആദർശം, അതേ ആശയങ്ങൾ മാറ്റത്തിരുത്തലുകളും മാറ്റിമറിക്കലുമില്ലാതെ ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. തൗഹീദിന്റെ വിഷയത്തിൽ, വിശ്വാസപരമായ വിഷയത്തിൽ, കർമ്മപരമായ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റി പറയേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടില്ല.